എല്ലാവർക്കും ഫുട്പെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹീറോയുടെ മാസ്ട്രോ പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതായത് ഹീറോ പുറത്തിറക്കിയിട്ടുള്ള മാസ്ട്രോ 125 വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് വന്നിട്ടുള്ളത്. ഇത് ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയൊന്നുമല്ല, കുറച്ചായി ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്തുള്ള മാസ്ട്രോ 125 പറഞ്ഞാൽ നമുക്കൊരു രണ്ട് കളറിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു ഏകദേശം ഒരു യെല്ലോ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഗോൾഡൻ കളർ യെല്ലോ കളർ ഫീൽ ചെയ്യുന്ന ഒരു ഡ്യുവൽ ടോൺ വരുന്ന രണ്ട് വണ്ടികളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഒരു യെല്ലോ കളറാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വണ്ടിയുടെ സാധാരണ നമ്മുടെ വീഡിയോ തുടങ്ങുന്ന പോലെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാസ്ട്രോ 125 മാസ്ട്രോ 110 ശേഷം ഇപ്പോൾ എല്ലാ കമ്പനികളും 125 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മാസ്ട്രോ ആണ് ഹീറോൻ്റെ ഒരു എപ്പിക് സ്കൂട്ടർ. അപ്പോൾ ആ ഒരു 125 പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഫസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ നോക്കാം. നമുക്ക് അറിയാം, ഒരു ഹെഡ്ലൈറ്റ് ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നമുക്ക് ശ്രദ്ധിക്കാവുന്ന, അത് പെട്ടെന്ന് എടുത്ത് കാണാത്ത രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. LED ഹെഡ്ലൈറ്റാണ്. അതും ഒരു ഉള്ളിൽ രണ്ട് LED ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഹീറോ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് ബോഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു ബോഡിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം ഒരു ഷാർപ്പ്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒരു ഡ്യുവൽ ടോൺ, ഒരു 3 കളർ നമുക്ക് കാണാം. ഈ ഒരു യെല്ലോ പോലെ യെല്ലോ വരുന്ന ഒരു കളറും അതുപോലെ ഒരു ബ്ലാക്കും ഒരു ചെറിയൊരു വൈറ്റിൻ്റെ ഒരു ടച്ച് കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു എഡ്ജ് എന്ന സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മാസ്ട്രോ ഇതിന് മുന്നത്തെ വണ്ടിയിലൊക്കെ നോക്കുന്നതിന് വെച്ചാൽ വലിയൊരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ആ ഒരു മാറ്റം കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഇൻഡിക്കേറ്റർ ഈ സൈഡിലാണ് വരുന്നത്. അത്യാവശ്യം പാക്കഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഫ്രണ്ട് ബോഡി. ആ ഒരു വണ്ടിയുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എടുത്ത് മുഴച്ച് നിൽക്കുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇനി മഡ് ഗാർഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ഒരു സ്റ്റൈലും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ അലോയ് വീലും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ടിലാണ് അലോയ് വീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് നമുക്ക് ഡിസ്ക് അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് ഡ്രമ്മാണ്. അതിപ്പോൾ ഒരുവിധം എല്ലാ 125 സ്കൂട്ടികളിലും അത് തന്നെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അത് ഫ്രണ്ട് സെക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് സെക്ഷനിലായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇനി വണ്ടിയുടെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുട്പേഗ്സ് കാണാം. നമുക്കിപ്പോൾ സാധാരണ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എടുക്കുമ്പോൾ സാധാരണ ഷോറൂമിൽ വന്നൊരു ചോദ്യമാണ്, ഇവിടെ ഒരു ഗ്യാസും കുറ്റി കൊള്ളുമോ, അതായത് എത്ര സ്പേസ്, ഒരു ചാക്ക് സിമെൻറ്റ് നമുക്ക് വെക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി വരാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസും കുറ്റിയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ഇഷ്യൂ ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മാസ്ട്രോ 125 എഡ്ജ് എന്നുള്ള ആ സ്റ്റിക്കറും മാസ്ട്രോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഡുവൽ ടോൺ അല്ല, ഒരു 3 കളറോട് കൂടി തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം ഇമ്പ്രസീവായിട്ട് തന്നെ തോന്നി, നല്ല രസമുണ്ട് കാണാനൊക്കെ തോന്നി. ഇനി ഇതിൻ്റെ ഒരു ബാക്ക് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബൾക്കാണ്, കുറച്ച് വലുതാണ്. അത്യാവശ്യം ഒരു നല്ല വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. LED ലൈറ്റാണ്. അതിന് ഒരു നടുവിൽ അതിനൊരു ഡിവൈഡർ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഒരു LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. മുമ്പ് കണ്ട മാസ്ട്രോയിൽ നിന്നും വലിയൊരു മാറ്റമൊന്നും തോന്നുന്നില്ല. ഒരു പുതിയ വണ്ടിയായിട്ടൊന്നും നമുക്ക് അവിടെ എടുത്തു തോന്നുന്നില്ല. താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇങ്ങോട്ട് സൈഡിലേക്ക് വന്ന മഫ്ലർ കാണാം. മഫ്ലറും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാണാനുള്ളത്. അത്യാവശ്യം ഉള്ളിലേക്ക് ഒതുങ്ങി അത്ര പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ളൊരു മഫ്ലറും കാര്യങ്ങളും ഒന്നല്ല കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സെക്ഷനിലേക്ക് വന്നാൽ ഇവിടെ ഫുട്പെഗ് കാണാം. ഫുട്പെഗ് വരുന്നത് ഒരു അലുമിനിയം ടൈപ്പാണ്. അതും അത്യാവശ്യം കൊള്ളാം, നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ തോന്നി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഡിസൈൻ വൈസ്. ഇനി സീറ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയുള്ള സീറ്റാണ്. ഓടിക്കുന്ന ആൾക്കാണെങ്കിലും പിന്നിലിരിക്കുന്ന ആൾക്കാണെങ്കിലും അത്യാവശ്യം കംഫർട്ടൊക്കെ തരുന്നുണ്ട്. അത് ഒരുവിധം സ്കൂട്ടേഴ്സിലൊന്നും സീറ്റിംഗ് അത്ര വലിയൊരു ഇഷ്യൂ വരാറില്ല. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ചപ്പോഴും ബാക്കിലൊരാൾ ഇരുന്നപ്പോഴും ആളുടെ അഭിപ്രായത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീറ്റിംഗ് ഒക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ഇന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഒന്ന് നോക്കി നോക്കാം. വണ്ടിയുടെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 124 CC ആണ്. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അതൊരു 125 CC എന്ന് പറയാം. കാരണം എല്ലാ ഒരു കമ്പനിയിലും പക്ക 125 എന്ന് പറയുമ്പോൾ എല്ലാം 125 വരെ പോയിന്റ് വേരിയേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 125 CC വണ്ടി എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഹോഴ്സ് പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 bhp ആണ് ഇതിൻ്റെ ഒരു ഹോഴ്സ് പവർ വരുന്നത്. അത് ഏകദേശം 7000 RPM അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ടോർക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10.4 Nm ആണ് ടോർക്ക് വരുന്നത്. അത് 5000 RPM അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 125 വരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടും അത്ര മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്തൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 155 mm ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ലഭിക്കും.
അതായത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ടാങ്ക് കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതും ഏകദേശം ഈ ഒരു സെഗ്മെൻറ്റിൽ എല്ലാ വണ്ടികൾക്കും ആ ഒരു ലെവൽ തന്നെയാണ് വരാറ്. ഇനി വണ്ടിയുടെ വെയിറ്റിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 113 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അത് ഡിസ്ക് വേരിയൻറ്റിനും അതുപോലെ ഡ്രം വേരിയൻറ്റിനൊക്കെ വെയിറ്റിൽ ചെറിയൊരു വേരിയേഷനും വരുത്തുന്നുണ്ട്. 1 കിലോൻ്റെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വണ്ടിയുടെ മേജറായിട്ട് എടുത്തു പറയാനുള്ളൊരു ഭാഗം. ഇനി നമുക്ക് മീറ്റർ അതുപോലെ ഈ ഒരു ഭാഗം ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഹീറോ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ മീറ്ററിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം വിസിബിളായിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു മീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഒരു വിധ ഡീറ്റെയിൽസും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇവിടെ അതിൻ്റെ ടാക്കോമീറ്റർ വരുന്നുള്ളത്, ഇവിടെ നമുക്ക് ടൈമും കാര്യങ്ങളും വരുന്നുണ്ട്, ഇവിടെ ഫ്യൂവൽ മീറ്ററിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഓഡോമീറ്റർ ഇവിടെയാണ് വരുന്നത്. ഇനി ഇവിടെ ട്രിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ആവറേജ് വലിയ ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. നമുക്കത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് 2ലേക്ക് എടുക്കാം. അതുപോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള പെയറിങ്ങിൻ്റെ ഒരു സംവിധാനം ഇവിടെ വരുന്നത്. ഹീറോൻ്റെ കണക്ട് എന്നൊരു ആപ്പ് വെച്ചിട്ടാണ് നമുക്കത് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഇനി ഇതിലേക്ക് നോക്കിയാൽ ആവറേജ് മൈലേജിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ വീണ്ടും ട്രിപ്പിലേക്ക് എത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. ഇനി നമുക്കതിൽ ഇവിടെ താഴെ വരുന്നത് ഒരു ലോ ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ അവരുടെ i3s ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ബ്ലൂടൂത്തായിട്ട് നമ്മൾ ഫോണും ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വണ്ടി നമുക്ക് ഫോണിലേക്ക് പല പല അലേർട്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അതായത് വണ്ടി എങ്ങാനും നമ്മളിപ്പോൾ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ വണ്ടി അവിടെ നിന്ന് ആരെങ്കിലും മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വണ്ടി എങ്ങാനും ഒരു ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അത്തരത്തിലുള്ള കുറേ ഒരു സെറ്റപ്പുകൾ ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ തന്നെ പറയുന്ന ഒരു അടിപൊളി, അതായത് ഇപ്പോൾ ഈ വരുന്ന സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇവരുടെയിലാണെന്നാണ് ഹീറോ അവകാശപ്പെടുന്നത്. എനിക്കും കേട്ടിടത്തോളം ഒരു നല്ല അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ബ്ലൂടൂത്തിൽ ഇവർ ആഡ് ചെയ്തിട്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി സ്വിച്ചിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഇവിടെ നമുക്കൊരു പാസ് സ്വിച്ച് അവൈലബിൾ ആണ്. അതായത് ഡിം ആൻഡ് ബ്രൈറ്റ്, ഹൈ ബീം ലോ ബീം ഇവിടെ വരുന്നത്. അതിൽ തന്നെ ഒരു പാസ് സ്വിച്ച് അവൈലബിൾ ആണ്. താഴെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ താഴെ ഹോണിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഹോണൊക്കെ അത്ര വലിയ ലൗഡൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് i3s ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് ആൻഡ് ഓൺ ഓഫ് സിസ്റ്റമാണ്. അത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എത്ര സെക്കൻഡ് കഴിഞ്ഞ് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഈ സിസ്റ്റം ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്യൂവലും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ആക്കി ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ് ആക്കി ഇടാം. ഇപ്പോൾ നോർമൽ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ വരിക. ഇവിടെയാണ് ഇതിൻ്റെ ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഹീറോയുടെ ഒരു കീ സെറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫംഗ്ഷനും ഉണ്ട്. എല്ലാ ഇതിൽ തന്നെയാണ് ഒരു ഫ്യൂവൽ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓണിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ട് പിന്നിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക. അതുപോലെ മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള ഒരു അടിപൊളി കീ സെറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീറോ. നമുക്ക് സീറ്റിൻ്റെ സ്പേസ്, ഉള്ളിൽ സ്പേസ് എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. നേരെ പിന്നെ പിന്നിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ആവും. സീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ഒന്നും അവൈലബിൾ പറയാൻ അവകാശപ്പെടാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതായത് സീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ ചാർജറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണിങ് പുറത്താണ് വരുന്നത്. അതായത് സീറ്റ് തുറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്ര വലിയൊരു ലഗേജ് സ്പേസ് ഇവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്തില്ല. ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്പേസ് അവകാശപ്പെടാൻ കഴിയുള്ളൂ എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് സീറ്റിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് ഹീറോ മാസ്റ്റർ 125 ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത്. ഇതിൽ 110 അവൈലബിൾ ആണ് കേട്ടോ. ഹീറോ 125 അല്ലാതെ മാസ്റ്റർ 125 അല്ലാണ്ട് 110 നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു പുതിയ ലോഞ്ച് ആയതുകൊണ്ടാണ് ഈ വണ്ടിയായിട്ട് റിവ്യൂവിന് വന്നുള്ളത്. 110 cc മാസ്റ്റർ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് നമുക്ക് ഈ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,10,000 രൂപയാണ്. മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 50 to 55 ഒരു മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്കൂട്ടറാണ്, 125 ആണ്, ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ മൈലേജിൻ്റെ ഭാഗത്തൊന്നും വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അതൊന്നും വിചാരിച്ചിട്ട് വണ്ടിയിലേക്ക് പോകാണ്ടിരിക്കരുത്. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു ടെസ്റ്റ് റൈഡ് എടുക്കാൻ നോക്കുക. കാരണം നമ്മളുടെ ഒരു കണ്ടിട്ടും അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടും എത്രത്തോളം മനസ്സിലാക്കുന്നതിനപ്പുറം ഒന്ന് ഓടിച്ചു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ആ വണ്ടിയിലേക്ക് എടുക്കാൻ തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.